ഗൈസ്, അപ്പോൾ നമ്മൾ കൊടൈക്കനാൽ വന്നാണ്ട് കുടുങ്ങിട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സില്ല. എന്നാലും വൈകുന്നേരം ഇവിടെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ഇനി ബസ്സില്ല. അപ്പോൾ ഇന്ന് രാവിലെയുള്ള അപ്പോൾ ഞങ്ങൾ ഇവിടെ സ്റ്റേ ആക്കി. അപ്പോൾ എല്ലാ റൂമിൻ്റെ ഉള്ളുണ്ട്. ആകെ ലോക്കായി ഇന്നലെ. അപ്പോൾ ഫണ്ടും കാര്യമൊക്കെ ഷോർട്ടായി എല്ലാം കൂടെ ഇപ്പോൾ ആകെ ലോക്കായി കിടക്കുക. അപ്പോൾ ഇനി ബസ് ഇനിയിപ്പോൾ എപ്പോഴാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ സ്റ്റേ ചെയ്ത സ്ഥലം ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ഇതാട്ടോ ഗൈസ്, റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ഇതാണ്. ഇവിടെ നല്ല മഴൻ്റെ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ചെറുങ്ങനെ മഴയൊക്കെ എന്താ പറയുക കുറഞ്ഞിട്ടുണ്ട്. അപ്പം മെല്ലെ വലിയ ചേച്ചി ആകെ ഒരു ഡ്രസ്സൊക്കെ ആയിട്ട് വന്ന്. അപ്പം ഞാൻ റൂമിൻ്റെ ഉള്ളിൽ കാണിച്ചതാ. $2500 പറഞ്ഞു. ഇത് $400 കൊടുത്തു തന്നു. ഇവന്റെ പേരറിയാം. എന്റെ പേര് കാർലോ, എന്റെ പേര് റോസ്കോ. എന്റെ പേരെന്താ? എന്റെ പേരെന്താടാ? അപ്പം പോണ വൈക്കുള്ള ഒരു വെള്ളച്ചാട്ടം. ചെറിയ വെള്ളച്ചാട്ടം എന്ന് പറയാം. അത്ര ചെറിയൊരു അപ്പോൾ പോണ വൈക്ക് ഒരുത്തൻ്റെ ചെരുപ്പ് വീണ് എടുക്കാൻ വേണ്ടിട്ട് വരികയാണ്. നോക്കട്ടെ ഞാൻ ചെരുപ്പ് കണ്ടിട്ടേ അപ്പുറത്തേക്കായി കിട്ടി. ഇനി വാ, വേമ്പ കയറി വാ. ഏട്ടാ പൊട്ടനാണ്. വിളിച്ചത് രണ്ട് ദിവസം വെള്ളം പച്ചവെള്ളം കൊടുത്തേക്ക്. അവിടെ എടുത്താലോ ചായ പോയി. അമ്മയിടം സ്വന്തം ഇടം ഞങ്ങൾക്ക് എല്ലാവരും സ്വന്തം ഇടുന്നത്. പാട്ട പാടുകയല്ലേ നാട്ടിലെ யாருக்கு எல்லாம் சொந்தம். அப்ப நான் கேரளாவுக்கு வந்து என்னை இறக்கிடுங்களா? നമുക്ക് അടിപൊളി വൈബായി. அங்க ஒரு நாளுக்கு நான் 10 ட்ரை கொடுப்பேன். ஒரு நாளுக்கு இங்கே சாப்பிட மாட்டேன். இங்கே சாப்பிட மாட்டேங்கிறேன். காசு அவ்வளோ இல்லை. அங்க கடன் சொல்லலாம். இங்கேயும் கடன் சொல்லிட்டு போகும். அங்க வர மாட்டேங்குது. அங்க அப்படியே வந்துடும். மறைஞ்சு நின்னு பார்க்கையிலே பாவம் என்றார். நாம் பார்க்க அவ பிடிக்க ஒரு தேகம் கூடு ஏறி விளக்கு வச்ச நேரத்திலே மாமன் வந்தான். மறைஞ்சு நின்னு பார்க்கையிலே அப்படி ஸ்டெப்பு கூடி போடு. உச்சி வெயில் காயும் நேரம் உதட்டோர ஈரம். டான்ஸ் കളിക്കില്ല. ട്രക്ക് ചെയ്ത് നടന്നാണ്. ട്രക്ക് ചെയ്ത് വരാതെ റോഡ് വഴി അല്ലാതെ ഇങ്ങനത്തെ ഇതിലൂടെ കയറി വന്നാണ്ട് ഏകദേശം 10-15 കിലോമീറ്റർ കടന്നുണ്ടോ. പൂണ്ടി എത്താനായി. പൂണ്ടി എത്തിക്കണില്ല. പൂണ്ടി എത്തി. പൂണ്ടി എത്താനാണ്. അപ്പൊ പൂണ്ടി ആവൂലത് അല്ല, ഇത് പൂണ്ടി തന്നെടാ. ഒരു രക്ഷയില്ല. പൂണ്ടിരാജൻ പോണ വഴിക്കുള്ള ഒരു അടിപൊളി വ്യൂ ആട്ടോ. നല്ല അടിപൊളി. ചെറിയ വീട് ഇങ്ങനെ എല്ലായിടത്തും ചെറിയ ചെറിയ വീടുകൾ ഈ ഭാഗത്ത് മൊത്തം. അല്ലാ ഐസ് പൊട്ടു. അല്ല ഇത് കുത്തുവാ. ചെറിയ പേടിയുണ്ട്.
അവിടെ അത് സീനാക്കുന്നു തോന്നുന്നുണ്ട്. ഗായ്സ് പണി വാളിട്ടാ ഗായ്സ്. അപ്പം നമ്മളങ്ങനെ ഇതുവഴി കയറി വന്ന കേട്ടോ. അതാ ഇതുവഴിയാണ് കയറി വന്നേ. കൂടെ ഉള്ളവർ വരുന്നുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ പൂണ്ടിക്ക് എത്തിക്കണേ. ഇവിടുന്ന് ബസ് എപ്പോഴാണെന്ന് അറിയില്ല. ബസ് ഉണ്ടാവും ഇനി. ഇന്നേ ബസ്സില്ലാതെ ലോക്കായിക്കണേ. അല്ലാ ഗായ്സ് പൂമ്പാറയ്ക്ക് 1.6 കിലോമീറ്റർ കേട്ടോ. ഇങ്ങോട്ടാണ് കൊടൈക്കനാൽ, ഇങ്ങോട്ട് താഴത്തേക്ക് പോയ പൂമ്പാറ. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ ചായ അടിക്കാൻ നിർത്തി. മൂപ്പർക്ക് ഞങ്ങൾ ചായ കുടിച്ചാണ്. നമ്മളിവിടുന്ന് ചായ കുടിച്ച് നമ്മളവിടെ റൂം എടുത്തവിടെ ചായ അടിച്ചിറങ്ങി. അതുകൊണ്ട് നമുക്ക് ചായ വേണ്ട. വണ്ടി എടുത്തപ്പോൾ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാണ്. നല്ല രസമുണ്ട് ഇവിടെ. മഴയും അല്ലേ, ചെറിയൊരു മഴയും നല്ലൊരു തണുപ്പും. ഇന്നലെ തീരെ തണുപ്പില്ല, പക്ഷെ ഭയങ്കര തണുപ്പ് ഇന്ന് രാവിലെ ആയപ്പോ. അവിടെ ലോക്കായി പോയി. അവിടെ നിന്നാണ് ഈ താഴോട്ടൊരു അമ്പലം കാണുന്നുണ്ട്. അയ്യോ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തു നിന്നുള്ളൊരു വ്യൂ ആണ്. അവിടെ ഒരു അമ്പലം കാണുന്നുണ്ട്, ചെറിയൊരു അമ്പലം. വലിയ ഒന്നുമില്ല, നോർമലായിട്ട്. ഇവിടെ മെയിനായിട്ട് പറഞ്ഞാൽ ഉള്ളി കൃഷിയാണ്. ഉള്ളി കൃഷി അതേമാതിരി ഉരുളങ്കിഴങ്ങ്, ഈ 2 സാധനം ഇവിടെ മെയിനായിട്ടുള്ളത്. ബസ് അപ്പം കൊടൈക്കനാൽ വരണോ, അല്ലേ പൂമ്പാറ വരണോ, പൂണ്ടി വരണോ, പൂക്കാല് പോകണം. പിന്നെ ഏതാ ഗ്രാമമുള്ളേ നമ്മൾ പോയ 2 ഗ്രാമം എന്തൊക്കെയുണ്ട്. അവരങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയാൽ അല്ലാതെ കൊടൈക്കനാൽ വന്ന് നേരെ പൂക്കാല് പോയിട്ട് ഒരു കാര്യമില്ല. 2 സൈഡും ഇല്ല. വരുമ്പോൾ എന്തായാലും ഈ ചെറിയ ഗ്രാമത്തിലൊക്കെ ഇറങ്ങി ഇവിടെ കുറേ മെയിനായിട്ട് ഇവിടെ കാണാനുള്ള എന്താ വെള്ളച്ചാട്ടം ഉണ്ട്. പിന്നെന്താ ഉള്ളതെന്ന് അല്ലാതെ ഒന്നുമില്ല. കുറെ ഗ്രാമങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നല്ലാണ്ട്. ഹലോ എല്ലാവരും പോകുന്ന വഴിക്ക് ലിഫ്റ്റ്. വെള്ളച്ചാട്ടത്തിലോട്ടുള്ള വഴി അല്ലതും കേട്ടാ. 1 2 3 4 എങ്ങനെ പോയാലും കേട്ടാ എത്തിന്. എല്ലാ പ്രാവശ്യം നമ്മളൊരുപോലെ ഗായ്സ്. അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി വെള്ളച്ചാട്ടത്തിന് മുന്നിലെത്തി കേട്ടോ. പിന്നെ അടിപൊളി വെള്ളച്ചാട്ടം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ വന്ന വഴിയാണ് കേട്ടോ. അതാ കാണുന്ന വഴി, അതുവഴി വന്ന് മേലെ കൂടെ അങ്ങനെ ഇതുവഴി അങ്ങനെ ഇറങ്ങിയിട്ട് ഇതുവഴി അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന്. വെള്ളച്ചാട്ടത്തിൽ നിന്ന് കയറി. ഇതാണ് പോണ വഴിയൊക്കെ കാണിച്ചാൽ ചേച്ചി. ഇതാണ് പോണ വഴി ഇങ്ങനെ കാണാം.
ഇവിടുന്ന് ഒരു വെള്ളച്ചാട്ടം വ്യൂ കാണിച്ച ഇത്രയും പേര് വരുന്നു. അപ്പോൾ കൊടൈക്കനാലിൽ പറഞ്ഞെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ പൊള്ളാച്ചിന്ന് പാലക്കാടിലൊരു ട്രെയിൻ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 9 മണിക്ക് ഇവിടെ എത്തും പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് 11 മണിക്കാണ് നാട്ടിലേക്ക് ട്രെയിനിൽ പരവനാടിക്ക് ട്രെയിനിലുണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് കാര്യമൊക്കെ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ടാവും എനിക്ക് കേട്ടോ. അതാണ് ജസ്റ്റ് ട്രെയിനിൻ്റെ ഉള്ളിൽ വെച്ചാൽ കാണിച്ചു തരാം. ഇങ്ങനെ ആളൊന്നും ഇല്ല, നല്ല തിരക്കൊന്നും ഇല്ലാതെ ആദ്യമൊക്കെയാണ് ഇങ്ങനെ സുഖമായിട്ട് ടിക്കറ്റ് എടുത്തില്ല കേട്ടോ. ബാക്കിയൊക്കെ കാണിച്ചു തരാം. എന്താ നല്ല ഉറക്കാട്ട ആള് ഒരുത്തം വേണ്ട. അരികരി അകലരുതേ. കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷൻ ഞാനും ഇതും കള്ളനെ വേറൊന്നും വിചാരിക്കല്ല. ട്രെയിൻ എടുത്തു ഗായ്സ്. അപ്പൊ നമ്മള് ഇതാണ് ട്രെയിനിന്റെ അവസ്ഥ.